ഹായ് ഫ്രണ്ട്സ്, തേജൂട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് രാവിലെ തന്നെ ചിറയൻകീഴുള്ള എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. രാവിലെ ഇറങ്ങിയത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കാൻ ടൈം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കിളിമാനൂരുള്ള വഴിയോരക്കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും തേജൂട്ടനെ കാണാനായി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും തേജൂട്ടനെ എടുത്ത് കളിപ്പിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മ റെഡിയായി വന്നു. ഇന്ന് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. ഞങ്ങൾ ഒത്തിരി ലേറ്റായാണ് അവിടെ എത്തിയത്. അത് കാരണം ഇനാഗ്രേഷൻ ഒന്നും കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചു. സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെ വിട്ടു പിരിഞ്ഞ കുടുംബാംഗങ്ങളുടെ ഫോട്ടോയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുന്നിൽ പുഷ്പാർച്ചനയും നടത്തിയിരുന്നു. റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് കണ്ടു. ചിലരൊക്കെ ആദ്യമായിട്ടായിരുന്നു തേജൂട്ടിനെ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ടൈമായി. അങ്ങനെ ലഞ്ച് കഴിക്കാനായി എല്ലാവരും മുകളിലേക്ക് പോയി. ദം ബിരിയാണി ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിലേക്ക് വന്നപ്പോഴേക്കും അടുത്ത പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡാൻസ്, പാട്ട്, അതുപോലെ തന്നെ മ്യൂസിക്കൽ ചെയർ, ലെമൺ ആൻഡ് സ്പൂൺ, അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തേത്. ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാളും ഗംഭീരമാക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലി ഗെറ്റ് ടുഗദർ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാരണം പുതിയ ജനറേഷന് എല്ലാവരെയും പരിചയപ്പെടാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പറ്റിയൊരു അവസരം കൂടിയാണിത്. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ.